ആംഗിൾ കാണാൻ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കാർട്ടീഷ്യൻ വന്നാൽ നമ്മൾ വെക്ടറിലോട്ട് മാറ്റിയിട്ട് ചെയ്താൽ മതി. ആംഗിൾ കാണേണ്ട ഫോർമുല എന്ന് പറയുന്നത് cos θ is equal to b1 dot b2 divided by mod b1 mod b2 എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ തന്നിരിക്കുന്ന ഇക്വേഷനിൽ നിന്ന് b1 ന്റെ b2 ന്റെ നിരകൾ മാത്രം എഴുതിയാൽ അപ്പോൾ കാർട്ടീഷ്യൻ ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത്. ഒന്നാമത്തെ ഇക്വേഷൻ ആണ് x + 1/7 equal to y + 1/-6 equal to z + 1/1 എന്നാണ് കിടക്കുന്നത്. ഇതിൽ നിന്നും b1 ന്റെ വാല്യൂ എന്ന് പറയുന്നത് താഴെ കിടക്കുന്ന എല്ലാം കൂടി ചേർത്ത് ijk കൊടുത്താൽ എന്ന് വെച്ചാൽ 7i - 6j + 1k. അപ്പോൾ b1 വരെ കിട്ടും. അടുത്ത കാർട്ടീഷ്യൻ ഇക്വേഷൻ എടുക്കുക x - 3/1 equal to y - 5/-2 equal to z - 7/1. ഇതിലും b2 വെക്ടർ കാണാൻ വേണ്ടി ഈ താഴെ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ആൾക്കാരെല്ലാം ചേർത്ത് ijk കൊടുത്താൽ that means 1i - 2j + 1k. അപ്പോൾ b1 ഉം b2 ഉം കിട്ടി. നമുക്ക് എന്ത് എഴുതാം? cos θ കാണാനുള്ള ഫോർമുല b1 * b2 mod b1 mod b2. അപ്പോൾ ആദ്യം b1 * b2 കാണാം. b1 dot b2 ആണ് കാണേണ്ടത്. അപ്പോൾ b1 വെക്ടർ ആദ്യം എഴുതാം. b1 വെക്ടർ എന്ന് വെച്ചാൽ 7i - 6j + 1k that means k dot അടുത്തതെന്ന് വെച്ചാൽ 1i that means I - 2j + 1k means k. ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു i കമ്പോണന്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത് that is 7 ആണ് ഇവിടുത്തെ i ന്റെ കമ്പോണന്റ്, ഇവിടുത്തെ കമ്പോണന്റ് 1 പ്ലസ് ഇവിടുത്തെ j യുടെ കമ്പോണന്റ് -6, ഇവിടുത്തെ j യുടെ കമ്പോണന്റ് -2 പ്ലസ് ഇവിടുത്തെ k യുടെ കമ്പോണന്റ് 1, ഇവിടുത്തെ കമ്പോണന്റ് 1 that means 7 പ്ലസ് 6 ന്റെ 2 മൈനസ് ചേർന്ന് പ്ലസ് ആവും. 6 ന്റെ 2 12 പ്ലസ് 1 12 7 19 1 20 b1 dot b2 ന്റെ വാല്യൂ കിട്ടും. അടുത്ത നമുക്ക് വേണ്ടത് മോഡുലസ് ഓഫ് b1 ആണ് വേണ്ടത്. മോഡ് b1 that means b1 വെക്ടറിന്റെ മോഡുലസ് എന്ന് പറയുമ്പോൾ അതിന്റെ ഓരോ കമ്പോണന്റിന്റെ സ്ക്വയർ 7 സ്ക്വയർ പ്ലസ് -6 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്ന് വെച്ചാൽ റൂട്ട് 49 പ്ലസ് 36 പ്ലസ് 1 എന്ന് വെച്ചാൽ റൂട്ട് എത്രയാണ് കിട്ടും? 50 30 80 86 റൂട്ട് 86. അതുപോലെ മോഡ് b2 അത് പറയുമ്പോൾ b2 ന്റെ കമ്പോണന്റ്സിന്റെ സ്ക്വയർ b2 എന്ന് വെച്ചാൽ 1 സ്ക്വയർ പ്ലസ് -2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ that is root 1 plus 4 plus 1 is equal to root 6. നേരെ cos θ ആംഗിൾ കാണേണ്ട ഫോർമുല എടുത്ത് എഴുതുക. cos θ is equal to b1 dot b2 by mod b1 dot mod b2. എല്ലാം കണ്ടെത്തിയിട്ടുണ്ട്. b1 dot b2 20 കിട്ടിയിട്ടുണ്ട്. അടുത്ത് ഡിവൈഡ് ബൈ mod b1 റൂട്ട് 86 കിട്ടിയിട്ടുണ്ട്. റൂട്ട് 6 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കിട്ടിയത് cos θ ആണ്. അപ്പോൾ θ കാണാം. cos θ എന്ന് കിട്ടിയിട്ടുണ്ട്. cos θ equal to 20 by റൂട്ട് 86 into റൂട്ട് 6 കിട്ടി. ഇതിന് θ കാണാൻ വേണ്ടി cos എത്ര കൊണ്ടുവരും? അപ്പോൾ cos